ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, ഇന്നലെ കർണാടകയിൽ ഒരു സംഘർഷം ആരംഭിച്ചിരിക്കുന്നു. അത് കലാപമായി മാറാതിരിക്കാൻ കൂടുതൽ പോലീസ് സേനയെ വിന്യസിച്ചിരിക്കുകയാണ് കർണാടക സർക്കാർ. കർണാടകയിലെ മാണ്ഡി ജില്ലയിലെ നാഗമംഗലത്ത് ആയിരുന്നു ഒരു ഗണേശ വിഗ്രഹവും വഹിച്ചുകൊണ്ടുള്ള ഒരു നിമഞ്ജന ഘോഷയാത്ര പോവുകയും സമീപത്തുണ്ടായിരുന്ന മസ്ജിദിൽ നിന്ന് കല്ലേറ് ഉണ്ടാവുകയുമായിരുന്നു. തുടർന്നാണ് സംഘർഷം രൂപപ്പെട്ടത്. തുടർന്ന് ഈ ഗണേശ വിഗ്രഹവുമായി എത്തിയ ഭക്തർ ഈ വിഗ്രഹം സമീപത്തെ പോലീസ് സ്റ്റേഷന് മുൻപിൽ കൊണ്ടുവെക്കുകയും നീതി തേടുകയും ചെയ്തതിന് ശേഷം ഇത് കൂടുതൽ രൂക്ഷമായ സംഘർഷത്തിലേക്ക് പോവുകയും കടകൾ കത്തിക്കുന്നു, വാഹനങ്ങൾ കത്തിക്കുന്നു, റോഡിൽ ടയറുകൾ കൂട്ടിയിട്ട് കത്തിക്കുന്ന തരത്തിലേക്ക് സംഘർഷം വ്യാപിക്കുകയും ഇരുവിഭാഗവും കല്ലേറ് തുടരുകയും ചെയ്ത സാഹചര്യത്തിൽ പോലീസ് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 163 പ്രകാരം നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും ബദരിക്കൊപ്പലുവിലടക്കം സംഘർഷം ഉണ്ടായതായിട്ടാണ് വിവരം. കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കുവാൻ, കാരണം നമുക്കറിയാം എല്ലാ വർഷവും ഈ ഗണേശ നിമഞ്ജന ഘോഷയാത്ര കടന്നു പോകുമ്പോൾ രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ അതിന് നേരെ കല്ലേറ് ഉണ്ടാകും. അത് സംഘർഷത്തിൽ കലാശിക്കുന്നുണ്ട്. ഇതും ഇപ്പോൾ വീണ്ടും കർണാടകത്തിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇത്തരം ഈ ഹൈന്ദവ ഘോഷയാത്രകൾക്ക് നേരെ നടക്കുന്ന ഒരു അക്രമ സംഭവമാണിത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.